സംപൂജ്യനായ കുറിച്ചി അദ്വൈത വിദ്യാശ്രമം മഠാധിപതി ശ്രീമദ് കൈവല്യാനന്ദ സരസ്വതി സ്വാമിജി, മറ്റ് സന്യാസി ശ്രേഷ്ഠർ, ആശ്രമത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ, ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെയും ശ്രീനാരായണ തീർത്ഥസ്വാമികളുടെയും മഹനീയ സാന്നിധ്യം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഈ ആശ്രമ സവിധത്തിൽ സന്നിഹിതരായിട്ടുള്ള ഗുരുഭക്തരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ തിരുജയന്തി ദിനം മുതൽ ഇങ്ങോട്ട് ഭഗവാന്റെ മഹാസമാധി ദിനം വരെയുള്ള ദിവസങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ അറിയുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രം ശ്രീനാരായണ ഭക്തരെ മാറ്റിവെച്ചിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളോടൊത്ത് പങ്കുചേരാൻ സാധിച്ചതിലും ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ദർശനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനും ഒക്കെ സ്വാമി ഒരവസരം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ആദ്യം തന്നെ അറിയിക്കുന്നു. കുറച്ചധികം ദിവസങ്ങളായി പല വിഷയങ്ങളിലായി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരു ലോകത്തിന് സംഭാവന ചെയ്ത ഒരു മഹത് ഗ്രന്ഥം അഥവാ ഒരു നിയമാവലി. അതിൻ്റെ പേര് ശ്രീനാരായണ ധർമ്മം എന്നാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് 8:45 വരെയാണ് നമ്മുടെ കയ്യിൽ സമയമുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം എന്ന് വിചാരിക്കുകയാണ്. ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള വർഷമാണ്. അതിലൊന്ന് തൃപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രത്തിൻ്റെ 100ാമത് വാർഷികം. അതോടൊപ്പം ഗുരുവിൻ്റെ സന്തത സഹചാരിയും ഗൃഹസ്ഥ ശിഷ്യനും കവിയുമായ മഹാകവി എൻ കുമാരനാശാൻ്റെ 150ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന വർഷം കൂടിയാണ്. ശ്രീനാരായണ ഗുരുവിനെ അറിയുവാൻ മാർഗങ്ങൾ ആരായുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് പുതിയ തലമുറയ്ക്ക് ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് 3 മാർഗങ്ങളാണ്. ഒന്ന്, സ്വാമി തൃപ്പാദങ്ങൾ സശരീരനായിട്ടിരുന്ന കാലഘട്ടത്തിൽ തൃപ്പാദങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ വാക്കുകളെ ശ്രവിക്കുക. അതിൽ പല മഹത് വ്യക്തികളും കവിതകളുടെ രൂപത്തിലും ലേഖനങ്ങളുടെ രൂപത്തിലും ജീവചരിത്ര കുറിപ്പുകളുടെ രൂപത്തിലുമൊക്കെ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഭഗവാന്റെ സശിഷ്യനായ ഗുരു ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്ന കുമാരനാശാൻ തന്നെയാണ്. കുമാരനാശാൻ്റെ കവിതകളാണ് സാധാരണക്കാരിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ വേണ്ട വിധത്തിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മളെല്ലാ ദിവസവും ഗുരുവിനെ പാടി പുകഴ്ത്തുന്ന കുമാരനാശാനാൽ വിരചിതമായ ഒരു കീർത്തനം, അതിന് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ ഗുരുസ്തവം എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥന കണ്ടിട്ടുള്ളത്. ഇത് ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുന്ന സമയത്ത് ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിരുന്ന കുമാരനാശാൻ ഗുരുവിന് എഴുതി സമർപ്പിച്ച മംഗളപത്രമാണ്. അതിനന്ന് അദ്ദേഹം നൽകിയിരുന്ന പേര് സമാജസ്തുതി എന്നായിരുന്നു. സമാജസ്തുതി എന്ന തലക്കെട്ടോടു കൂടി ആരംഭിച്ച് ആരായുകിൽ
അന്ധത്വമൊഴിച്ചാതി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് തുടങ്ങി ഇന്ന് കാണുന്ന രീതിയിലല്ല ഗുരുസ്തവം, ആശാൻ എഴുതിയ ഗുരുസ്തവം അവസാനിച്ചിരുന്നത്. അതിന് ഒരു 4 വരികൾ കൂടി കൂടുതലായിട്ടുണ്ട്. തൻപോലെ എറുമ്പാതിയെയും പാർത്തിടുമങ്ങേക്ക് അൻപോടുലകർത്തിപ്പു ചിരായോ സുദയാബ്ധേ മുൻപോൾ സുഖമായി മേന്മ തൊടുന്നോർക്കരുളും കാൽ തുമ്പോടിനിയും വാഴ്ക ദശാബ്ദം ഗുരുമൂർത്തേ. തന്നെപ്പോലെ തന്നെ എറുമ്പ് ആദിയായ സകല ജീവജാലങ്ങളെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച അല്ലയോ മഹാഗുരു, അങ്ങയുടെ പവിത്രമായ പദധാരകൾ കൊണ്ട് അങ്ങിനിയും ദശാബ്ദങ്ങളോളം ഞങ്ങളുടെ കൂട്ടത്തിൽ വസിക്കട്ടെ എന്ന ഒരാശിസോട് കൂടിയിട്ടാണ് ഈ പ്രാർത്ഥന അവസാനിച്ചിരുന്നത്. പിന്നീട് തൃപ്പാദങ്ങളുടെ മഹാസമാധിക്ക് ശേഷം അത് അനുചിതം എന്ന് തോന്നിയത് കൊണ്ടാണ് അതെടുത്ത് മാറ്റപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഈ ഗുരുസ്തവം എന്ന സമാജസ്തുതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഗുരു ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യൻ അതോർത്തിടുകിൽ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി. ആരായുകിൽ, ഗുരുവിനെ അന്വേഷിച്ചാൽ ഗുരു ആരാണെന്നാണ് നമുക്ക് വ്യക്തമാവുക. അന്ധത്വമൊഴിച്ച്, അന്ധത്വം എന്ന് പറഞ്ഞാൽ ഇരുട്ട് അഥവാ ഇവിടെ അറിവില്ലായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറിവില്ലായ്മയെ അഥവാ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മെ ആദി മഹസ്സിലേക്ക്, ഈശ്വരനിലേക്ക്, ഈശ്വരൻ്റെ മഹസ്സാകുന്ന ആഴിയിലേക്കുള്ള നേരാം വഴി കാട്ടിത്തരുന്ന പരമദൈവമാണ് ഗുരു എന്ന് ആശാൻ പഠിപ്പിക്കുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് പകർന്നു നൽകിയ, ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രത്തിന് അടിത്തറ ഇട്ട് തന്ന വേദവ്യാസ മഹാമുനി അഥവാ കൃഷ്ണദ്വൈപായന മഹർഷി ഗുരുവിൻ്റെ സ്വരൂപം വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പകർന്നു നൽകിയ ഗുരുഗീതയ്ക്കുള്ളിൽ ഇത് മറ്റൊരു രീതിയിൽ പറയും. ഗുരു ആര് എന്ന് ചോദിച്ചാൽ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. യാതൊരുവനാണോ ലോക ജനതയുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്ത് അവൻ്റെ കണ്ണുകളിലേക്ക് ജ്ഞാനാഞ്ജനശലാകയാൽ ജ്ഞാനമാകുന്ന കൺമഷിയെ പുരട്ടി അവൻ്റെ കണ്ണുകളെ തുറപ്പിക്കുന്നത് അഥവാ ഒരുവനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് അവനാണ് ഗുരു. ആ വാക്കുകൾ എത്രയോ അന്വർത്ഥമാക്കിക്കൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് ആശാൻ നമുക്ക് പറഞ്ഞു തരാണ് ഗുരു, മഹാഗുരു ആരാണ് എന്ന്. നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മെ ഈശ്വരൻ്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക്, ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് ദൈവദശകത്തിൽ പഠിപ്പിച്ചു തന്ന ഈശ്വരൻ്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക് ഉള്ള നേരായ മാർഗം കാട്ടിത്തരുന്ന പരമ ദൈവമാണ് ഗുരു. ഗുരു എന്നാൽ വഴികാട്ടിയാണ്. അപ്പോൾ ഇനി അറിയേണ്ടുന്നത് ഗുരു കാട്ടിത്തന്ന ആ നേരായ വഴി ഏത് എന്നുള്ളത് തന്നെയാണ്.